നിലമ്പൂരിൽ ഉപ്പ കഴിഞ്ഞിട്ടേ ഉള്ളൂ മകൻ എന്നാണ് ആര്യാടൻ ഷൗക്കത്തിൻ്റെ ഉമ്മ പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം, ഉപ്പയോളം വരില്ല മകൻ എന്നുള്ളൊരു പദം കൂടി അവിടെ വരുന്നുണ്ട്. ഒപ്പം ഒരു ആശംസകളും കൂടെ നേരുന്നുണ്ട് ഉമ്മ. നല്ല വിജയം തന്നെ മകന് കിട്ടുമെന്നുള്ളത്. എത്രമാത്രം വിജയം നമുക്ക് ഷൗക്കത്തിന് പ്രതീക്ഷിക്കാം? ഓളം വരുമോ ഉപ്പിലിട്ടത്, അതായിരിക്കും ഉദ്ദേശിച്ചത് എന്നുമുണ്ട്. എട മുഹമ്മദിൻ്റെ തലവങ്ങ് വേറെയാണ് കേട്ടോ. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, കേരളത്തിൻ്റെ മുഖ്യമന്ത്രി വരെയാകാൻ യോഗ്യതയുള്ള ആളിൻ്റെ മകനാണ് ഷൗക്കത്ത്. യെസ്, അതവിടെ നിൽക്കട്ടെ. ഈ രണ്ടാം പിണറായി സർക്കാർ വന്നതിന് ശേഷം നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ഉണ്ടാക്കിയ ഒരു മുന്നേറ്റം, തൃക്കാക്കരയിൽ കണ്ട ഭൂരിപക്ഷം, പുതുപ്പള്ളിയിൽ ഉണ്ടായ ഭൂരിപക്ഷം, പാലക്കാടുണ്ടായ ഭൂരിപക്ഷം, ഏലക്കരയിലെ LDFിൻ്റെ ഭൂരിപക്ഷം കുറയ്ക്കാൻ സാധിച്ചത്, അത്തരത്തിലുള്ള ഒരു ഗ്ലാമർ വിജയത്തിലേക്ക് നിലമ്പൂർ പോകുന്നില്ല. അതുകൊണ്ട് തന്നെ അവിടെ പിന്നെയും VD സതീശൻ ചോദ്യം ചെയ്യപ്പെടാൻ പോവുകയാണ്. ഇതിനിടയ്ക്ക് ഓർക്കണം, ചെന്നിത്തല പറയുകയുണ്ടായി സതീശനിസം എന്ന് പറയുന്ന ഒന്നില്ല എന്ന്. അത് ഒരു മുമ്പേറ് നടത്തിയിരിക്കുന്നതാണ്. കാരണം നിലമ്പൂരിൽ വിജയമുണ്ടാകും, സതീശൻ ആളാകും, സതീശൻ ആളായി കഴിഞ്ഞാൽ അത് വേറെ തരത്തിലേക്ക് പോകും എന്നറിയാം. അതുകൊണ്ടാണ് സതീശനിസം എന്നൊന്നില്ല എന്ന് ചെന്നിത്തല ആഞ്ഞടിച്ചു കൊടുത്തത്. എന്തായാലും ഈ UDF ക്യാമ്പിലൊക്കെ, പ്രത്യേകിച്ച് കോൺഗ്രസ് ക്യാമ്പിനകത്തൊരു ഉണർവും ഉന്മേഷവും ഒക്കെ വന്നിട്ടുണ്ട്. നല്ലത് തന്നെയാണ്. കാരണം കേരളത്തിൽ പിണറായി വിരുദ്ധ തരംഗമുണ്ട്, ഭരണവിരുദ്ധ വികാരം ഉണ്ട് എന്നുള്ളത് തെളിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ആവേശത്തോടു കൂടി ആക്കം കൂട്ടിക്കൊണ്ട് ഇനിയും വരാൻ പോകുന്ന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലും 26-ലെ നിയമസഭാ തിരഞ്ഞെടുപ്പിലും ഒരു ആഞ്ഞു പിടിച്ചു കഴിഞ്ഞാൽ ഭരണം നേടിയെടുക്കാൻ കഴിയും എന്നും കാണുന്നുണ്ട്. എന്തായാലും ഈ VD സതീശൻ്റെ വിജയം ആണ് എന്ന് പറയാൻ പറ്റത്തില്ല. VD സതീശൻ ചോദ്യം ചെയ്യപ്പെടുന്ന എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, ഈ PV അൻവറിനെ UDFിലേക്ക് കൊണ്ടുവരാത്തതിൻ്റെ പേരിൽ അതിന് തടയിട്ടത് VD സതീശനാണ്. ശരിക്കും ഇനി ഫലം വരാൻ കാത്തിരിക്കണ്ട. അൻവറിന് ലഭിക്കാനുള്ള വോട്ട് കിട്ടി കഴിഞ്ഞു. അൻവർ പ്രതീക്ഷിച്ചാലും അധികം, ഒപ്പം ജനം പ്രതീക്ഷിച്ചാലും അപ്പുറം ഒരു വോട്ട് കിട്ടിക്കഴിഞ്ഞു. ഇനി അൻവർ തോറ്റാലും ജയിച്ചാലും, ജയിക്കത്തില്ല എന്നാലും തോറ്റാലും അൻവർ നേടാവുന്ന വോട്ടുകൾ അവിടെ നേടിക്കഴിഞ്ഞു. ഏകദേശം 10,000-ൽ പരം ഇപ്പോൾ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. അല്ല, അൻവറിന്റെ കരുത്ത് തെളിയിച്ചു കഴിഞ്ഞു. അൻവറിന് ഇപ്പോൾ ഔദ്യോഗികമായി വിജയിച്ചിട്ട് അങ്ങോട്ടേക്ക് നിയമസഭയിൽ വരാൻ പറ്റത്തില്ല. അല്ല, അങ്ങനെ ആയിട്ടില്ല, വിജയിച്ചിട്ടില്ല. പക്ഷേ എന്നാൽ അൻവർ വിജയിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. അൻവർ ഇത്രയും വോട്ട് പിടിക്കുമെന്ന് ആരും കരുതിയില്ലല്ലോ. തുടക്ക സമയത്തൊക്കെ എല്ലാവരും പറഞ്ഞു, അൻവറിൻ്റെ രാഷ്ട്രീയ ഭാവി തീർന്നു. അൻവറിനെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയ ഭാവി ഒന്നും ഇല്ലെങ്കിലും അങ്ങേര് വലിയ കച്ചവടക്കാരനാണ്, ആ തരത്തിൽ നിൽക്കുന്ന ഒരാളാണ്. ഇത് പിന്നെ ഒരു സൈഡായിട്ട് ഇങ്ങനെ മറ്റു ചില ബന്ധങ്ങൾക്ക് വേണ്ടി നിർത്തിയതാണ്. പക്ഷേ പിന്നീട് അങ്ങോട്ട് അൻവർ അങ്ങ് കുതിച്ച് കയറുകയാണ് ചെയ്തത്. വണ്ടി പുറപ്പെടുമ്പോൾ ടോപ്പ് ഗിയറിൽ ഇട്ടല്ലോ പോകുന്നത്, അതിൻ്റെതായ രീതിയുണ്ടല്ലോ. ആ തരത്തിലാണ് അൻവർ കയറിയത്. ഇപ്പോൾ പോകുന്നത് ഷൗക്കത്ത് കയറുന്നതിനേക്കാളും വലിയ ഗിയറിട്ടാണ് അൻവർ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഇനിയെങ്കിലും അൻവറിനെ UDFിലേക്ക് ചേർക്കുമോ, UDFിലേക്ക് പ്രവേശം ഉണ്ടോ എന്നുള്ളതാണ്. അവിടെ പിന്നെയും VD സതീശന് വാശിയേറുമെന്നുള്ളതാണ്. കാരണം VD സതീശനെ അറിഞ്ഞ് തന്നെ കളിച്ചിരിക്കുകയാണ് ഇതിനകത്ത്. അല്ല, അവിടെ ഇനി വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പുകൾ വരും. അൻവർ ഇനി നിൽക്കുവാണെങ്കിലേ ഉള്ളൂ ആ ഒരു പ്രശ്നം. അൻവർ ഇനി പൈസ ചെലവാക്കി അവിടെ നിൽക്കും എന്നുള്ളത് അറിയില്ല. കാരണം അല്ലെങ്കിൽ അൻവറിന് മറ്റേതെങ്കിലും മണ്ഡലം കൊടുക്കുമായിരിക്കും. അൻവർ ഇനി അവിടെ നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല നിലമ്പൂര്. അങ്ങനെയാണെങ്കിൽ പിന്നെ VD സതീശന് അൻവറിന് മുമ്പിൽ വരേണ്ട കാര്യം. ഇതിനകത്ത് ഇപ്പോൾ പ്രശ്നം ഉണ്ടാകാൻ പോകുന്ന അൻവർ ഈ മണ്ഡലം ചോദിക്കും 2026. അൻവറിൻ്റെ ഹോൾഡ് തെളിയിച്ചു. വേണമെന്ന് വിചാരിച്ചാൽ അൻവർ അറിഞ്ഞ് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ഷൗക്കത്തിനെ തോൽപ്പിക്കുകയും ചെയ്യാൻ. ഷൗക്കത്ത് തോക്കുമെന്നാണ് അൻവർ പറഞ്ഞിരുന്നത് തന്നെ. അപ്പോൾ ഒന്നുകൂടി ആഞ്ഞ് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ തോറ്റേനെ. അപ്പോൾ 26-ൽ ഈ മണ്ഡലം ചോദിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് കൊടുക്കാതിരിക്കാനും പറ്റാതാകും. ഷൗക്കത്തൊട്ട് വിട്ടുമാറുകയുമില്ല. ഈ പാലയുടെ കാര്യം പറഞ്ഞതുപോലെയാണ്. ജോസ് കെ മാണിക്ക് പാല വിട്ടുപോകാൻ പറ്റത്തില്ല.
പക്ഷെ പാല കയ്യിൽ നിന്ന് പോയില്ലേ, മാണി സി കാപ്പനാണ് ഇരിക്കുന്നത്. ഇനിയിപ്പോൾ ജോസ് കെ മാണി ഇപ്പുറത്ത് കൊണ്ടുവന്നാൽ പോലും മാണി സി കാപ്പൻ പാല കൊടുക്കാൻ തയ്യാറല്ല. പക്ഷെ ഇവിടെ കാരണം അതുപോലെയാണ് ഇവിടെ ആര്യാടൻ ഷൗക്കത്ത് നിലനിർത്തിക്കൊണ്ടുവന്ന, അച്ഛനും മകനും നിലനിർത്തിക്കൊണ്ടുവന്ന മണ്ഡലം എന്നുള്ള രീതിയിൽ അത് കൊണ്ടുപോകണമെന്നാണ് ആഗ്രഹിക്കുന്നത്. ഇവിടെ ഇതിനകത്ത് ഇനി ലീഗും പിടിമുറുക്കാനുള്ള സാധ്യതയുണ്ട്. ഇവിടെ ഷൗക്കത്തിൻ്റെ വിജയത്തിന് പിന്നിൽ പ്രവർത്തിച്ചതിൻ്റെ പ്രധാനമായിട്ടുള്ള കക്ഷി എന്ന് പറയുന്നത് മുസ്ലിം ലീഗ് തന്നെയാണ്. മുസ്ലിം ലീഗിൻ്റെ രാപ്പകലുള്ള അധ്വാനമാണ് ഈ വിജയത്തിൽ എത്തിച്ചത്. അങ്ങനെ വിജയത്തിൽ എത്തിക്കാൻ കാരണം എന്താണ്? ലീഗ് കേരളത്തിലെ ജനങ്ങളെ ബോധ്യപ്പെടുത്തിയിരിക്കുകയാണ്, ഇവിടെ പിണറായിക്കെതിരെ ഒരു തരംഗമുണ്ട്, ഈ ദുർഭരണത്തിനെതിരെ ഒരു തരംഗമുണ്ട് എന്ന് നിലമ്പൂരിലൂടെ കേരള ജനതയെ ബോധിപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ വരാൻ പോകുന്നത് പഞ്ചായത്ത്, പിന്നീട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇത് പ്രതിഫലിപ്പിക്കണം. കാരണം ലീഗിനാണ് കോൺഗ്രസിനേക്കാളും ഘടകകക്ഷികൾ മറ്റേത് ഘടകകക്ഷികളെക്കാളും അധികാരത്തിൽ വരാൻ താല്പര്യപ്പെട്ട് നിൽക്കുന്നത്. മറ്റൊരു കാര്യം ഇവിടെ മറന്നു പോകുന്നുണ്ട്. കാരണം എം സ്വരാജ് നല്ലൊരു മുന്നേറ്റം നടത്തിയിരുന്നു. കാരണം LDF വിരുദ്ധത ഉണ്ടെങ്കിൽ തന്നെയും ഷൗക്കത്തിനോടൊപ്പം തന്നെ എം സ്വരാജ് വന്നിയെ ഇപ്പോൾ നമ്മൾ ഇരിക്കുന്ന ഈ ഒരു സന്ദർഭത്തിൽ പോലും നമ്മൾ പ്രതീക്ഷിച്ചാലും അധികം എം സ്വരാജ് കയറിയിട്ടുണ്ട്. ഒരു LDF വിരുദ്ധത എന്ന് പറയുമ്പോഴും ഇനി വരുന്ന ഇത് ഈ ഒരു ഉപതെരഞ്ഞെടുപ്പ് നമ്മളിപ്പോൾ നിലമ്പൂരിലേക്ക് മാത്രമല്ല, ഇനി വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിന് ഒരു ടെസ്റ്റ് ഡോസാണെന്ന് നമ്മൾ നേരത്തെയുള്ള ചർച്ചകളിൽ പറഞ്ഞിരുന്നു. ഇത് UDF അറിഞ്ഞു വേണം ഇനിയുള്ള തെരഞ്ഞെടുപ്പിൽ വളരെ ഗൗരവത്തോടു കൂടി UDF അത് കണ്ടില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും പിണറായി സർക്കാർ വരാനുള്ള സാധ്യതയുണ്ട്. അതിൻ്റെ ഒരു ചെറിയ നീക്കമാണ് ഇപ്പോൾ എം സ്വരാജിന് ഇത്രയും വിരുദ്ധ ഭാവം ജനങ്ങൾക്കിടയിൽ ഉണ്ടായിട്ട് പോലും, പ്രത്യേകിച്ച് നിലമ്പൂർ പോലുള്ള UDFൻ്റെ മണ്ഡലത്തിൽ എം സ്വരാജിൻ്റെ നേട്ടം അത് നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല. അതെ, ഈ അൻവർ ഇത്രയും വോട്ട് പിടിക്കുന്ന രീതിയിലേക്ക് മാറിക്കഴിഞ്ഞപ്പോൾ, മണ്ഡലത്തിൽ വലിയ പ്രവർത്തനമായി കഴിഞ്ഞപ്പോൾ ഇരു മുന്നണികൾക്കും ആശങ്ക ഉണ്ടായിരുന്നു. കാരണം ആർക്കായിരിക്കും ഇത് കൂടുതൽ അപകടം ഉണ്ടാക്കുക, ഇതിൻ്റെ പരിക്കുണ്ടാകാൻ പോകുന്നത്. അന്ന് നമ്മൾ പറഞ്ഞതാണ് അൻവറിലൂടെ LDFന് പരിക്ക് സംഭവിക്കും. കാരണം ഈ പിണറായി വിജയനെതിരെ കേരളത്തിൽ ഒരു വലിയ തരംഗമുണ്ട്. ആ തരംഗം ഇവിടെ റിഫ്ലക്റ്റ് ചെയ്തിരിക്കുകയാണ്. അത് ആ വോട്ട് സ്പ്ലിറ്റായി പോയി എന്നുള്ളതാണ്. അത് കോൺഗ്രസിലേക്കും പോയി, അത് അൻവറിലേക്കും പോയി എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ഷൗക്കത്തിൻ്റെ ഭൂരിപക്ഷം ഇവിടെ കുറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ സ്വരാജ് ഇത്രയും വോട്ട് പിടിച്ചു, അത് വേറൊരു കാര്യം. പക്ഷെ BJPയുടെ ഗതി ഒന്ന് ആലോചിച്ച് നോക്ക്, വളരെ ദയനീയമായി താഴേക്ക് പോയി. എനിക്ക് തോന്നുന്നു BJPയുടെ വോട്ടുകളെല്ലാം സ്വരാജിന് വന്നു ചേർന്നിട്ടുണ്ടെന്ന്. BJPയുടെ വോട്ട് സ്വരാജിന് പോയിട്ടുണ്ട് എന്ന് തന്നെ പറയാം. കാരണം നമ്മൾ അത്തരത്തിലുള്ള ചില സൂചനകൾ തെരഞ്ഞെടുപ്പിന് മുമ്പായിട്ട് കാണുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഗോവിന്ദനും പറഞ്ഞല്ലോ, അതെ, RSS CPM ബാന്ധവത്തെ കുറിച്ചും ഒക്കെ പറഞ്ഞത് അവിടെ തെരഞ്ഞെടുപ്പിനെ ബാധിച്ചു എന്നുള്ളതാണ്. അപ്പൊ എന്തായാലും ഈ അൻവർ നിർണായക ഘടകമാണ്. UDF ഇനി എന്ത് തീരുമാനിക്കുമെന്നുള്ളതാണ്. അതുപോലെ VD സതീശൻ എന്തായിരിക്കും, സതീശനിസം ഉണ്ടോ ഇല്ലയോ?